നിങ്ങൾ ഈ കാണുന്ന ഗ്ലോബിന്റെ കോലത്തിലുള്ള ഭൂമിയുടെ ഈ പന്തിലേക്ക് സൂക്ഷിച്ചു നോക്കുക. ഈ പന്ത് തന്നെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലോ, ഇല്ല. കാരണം ഇതൊരു ബോളാണ്. ഈ ബോള് ഒരിക്കലും മാജിക്കിലൂടെ തന്നെ ഉണ്ടാവില്ല. ഇത് ആരെങ്കിലും ഉണ്ടാക്കിയതാകാനേ തരമുള്ളൂ. ഈ ബോൾ ഒരിക്കലും തന്നെ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കാൻ പാകത്തിന് യുക്തിയുള്ള നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഭൂമി തന്നെ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നത്? ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നത്? നിങ്ങളുടെ തലയ്ക്കകത്ത് എന്താ ചാണകമാണോ? നിങ്ങളെന്താ പൊട്ടന്മാരാണോ? നിങ്ങൾക്ക് തല കൊണ്ടൊന്ന് ചിന്തിച്ചുകൂടെ? ഈ കാണുന്ന സാധനമൊക്കെ തന്നെ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ. ഇതിന്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കുവോ? വളരെ സിമ്പിളായ ലോജിക്കലായ ഒരു ഉദാഹരണം അല്ലേ? ഭൂമിയും ബോളും. പക്ഷെ ചെറിയൊരു കുഴപ്പമുള്ളത്, ഈ പ്രപഞ്ചവും ഈ ഭൂമിയും അതിലെ സങ്കീർണമായ ഈ ജീവിവർഗങ്ങളും പെട്ടെന്നൊരു ദിവസം ശൂന്യതയിൽ നിന്ന് പൊട്ടിമുളച്ചതാണ് എന്ന് ശാസ്ത്രം എവിടെയും പറയുന്നില്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എല്ലാം ശൂന്യതയിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളയ്ക്കുന്നു. എവിടെ നിന്നാണ് ഈ ആശയം കിട്ടിയത്? അറിയാൻ പാടില്ലാത്തതാണോ? അതോ മതങ്ങളുടെ ക്രിയേഷൻ എന്ന വാദത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത ഉള്ളതുകൊണ്ട് ശാസ്ത്രത്തെ അത്ര സിമ്പിളായി മനഃപൂർവ്വം കാണുന്നതാണോ? അങ്ങനെ ഈ ലോകവും അതിലെ ജീവജാലങ്ങളും വെറുതെ ഉണ്ടായതാണ് എന്ന് ശാസ്ത്രം എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് നിയമങ്ങളാണ് ഇവയുടെ എല്ലാം സൃഷ്ടിക്കു പിന്നിലെ കാരണം. പ്രപഞ്ച നിയമങ്ങൾ. അല്ലാതെ ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ചുമ്മാ പൊട്ടിമുളയ്ക്കുകയോ ആരും പ്രത്യേകിച്ച് കളിമണ്ണ് കൊണ്ടുണ്ടാക്കുകയോ ചെയ്തതല്ല. പ്രപഞ്ചത്തിന്റെ കർശനമായ നിയമങ്ങൾക്കനുസരിച്ച് ഊർജവും ദ്രവ്യവും ഒരവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്ത് ഓരോ കണികയും ചലിക്കുന്നതും ഓരോ നക്ഷത്രങ്ങൾ വിടർന്ന് ശോഭിക്കുന്നതും ഓരോ നക്ഷത്രങ്ങളും വാടിക്കരിയുന്നതും ആ പ്രപഞ്ച നിയമങ്ങൾക്ക് കർശനമായി വഴങ്ങിക്കൊണ്ടാണ്. പ്രപഞ്ചോൽപത്തി മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഊർജത്തിന്റെയും ദ്രവ്യത്തിന്റെയും നിരന്തരമായ പരിണാമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഭൂമി ഉണ്ടാകുന്നത്. ഈ ഭൂമിയിലെ അജൈവ വസ്തുക്കളിൽ നിന്ന് ആദ്യ ജൈവകണിക ഉണ്ടായതും ശേഷം സങ്കീർണമായ ജീവിഘടനകൾ ഉണ്ടായതും അതിനുശേഷം മനുഷ്യനുണ്ടായതുമെല്ലാം ഊർജത്തിന്റെയും ദ്രവ്യത്തിന്റെയും കോടാനുകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഇതേ പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ടാണ്. ഈ നീണ്ട പരിണാമ പ്രക്രിയയുടെ ഓരോ സെക്കൻഡും ആ പ്രപഞ്ച നിയമങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടാണ് സംഭവിച്ചത്. ദർ ഈസ് നത്തിങ് ആക്സിഡന്റൽ അബൌട്ട് ഇറ്റ് ആൻഡ് ദർ ഈസ് നത്തിങ് മാജിക്കൽ അബൌട്ട് ഇറ്റ്. ഇറ്റ് ഈസ് സിംപ്ലി സം റൂൾസ്, കോസ്മിക് റൂൾസ്. ഇത്രയ്ക്ക് സങ്കീർണമായ മഹത്തരമായ അത്ഭുതകരമായ കോടാനുകോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന പ്രപഞ്ചത്തിലെ പരിണാമം എന്ന പ്രതിഭാസത്തെ ശൂന്യതയിൽ നിന്ന് പൊട്ടിമുളയ്ക്കുക എന്ന് വളരെ ലാഘവത്തോടെ പറഞ്ഞു തള്ളിക്കളയാൻ ഈ ഒരു പ്രക്രിയ അത്രയ്ക്ക് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടോ? ഈ സങ്കീർണമായ അത്ഭുതകരമായ പ്രക്രിയയിൽ ഏതു ഭാഗമാണ് അത്രയ്ക്ക് ഈസി ആയിട്ട് തോന്നിയത്? ഏത് ഭാഗമാണ് അത്രയ്ക്ക് യുക്തിരഹിതമായിട്ട് തോന്നിയത്? ഒന്നുമില്ലായ്മയിൽ നിന്നും വെറുതെ മണ്ണ് കുഴച്ച് അതിലേക്ക് ഊതി ഉണ്ടാക്കിയതാണ് ജീവൻ എന്ന് മതങ്ങൾ പറയുമ്പോൾ പ്രപഞ്ചകണികകളുടെ പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ചിട്ടുള്ള അതിശയകരമാം വിധത്തിലെ കൃത്യതയോടെയുള്ള ക്രോഡീകരണത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ശാസ്ത്രം പറയുന്നു. കണികകളുടെ അത്തരത്തിലുള്ള അതിശയകരമാം വിധത്തിലുള്ള ക്രോഡീകരണത്തിന്റെ ഫലമായിട്ടാണ് നാം എന്ന നമ്മുടെ ജീവൻ ഉണ്ടായിരിക്കുന്നത്. ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ മനോഹരമായി തോന്നുന്നത്? ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ലോജിക്കലായി തോന്നുന്നത്? ഇതിലേതാണ് നിങ്ങൾക്ക് യുക്തിരഹിതമായി തോന്നുന്നത്? നമ്മുടെ ആത്മാവ് അനശ്വരമാണ് എന്ന് മതം പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കണികയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നക്ഷത്രങ്ങളുടെ ഹൃദയഭാഗത്ത് രൂപപ്പെട്ടതാണ്. ആ കണികകൾ നാം ജനിക്കുന്നതിന് മുൻപേ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിരുന്നു. നമ്മുടെ മരണശേഷവും അനന്തമായും അനശ്വരമായും നമ്മുടെ കണികകൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി തുടരുക തന്നെ ചെയ്യും എന്ന് ശാസ്ത്രം പറയുന്നു. മരണശേഷം ഒരിക്കൽ കൂടി നിങ്ങളുടെ കണികകളെ കൂട്ടിയോജിപ്പിച്ച് പുനർജീവിപ്പിച്ച് വിചാരണയ്ക്ക് വേണ്ടി രണ്ടാമത് എഴുന്നള്ളിക്കും എന്ന് മതം പറയുമ്പോൾ മരണത്തോടെ നിങ്ങൾ എന്ന ജീവനെ അമൂല്യമുള്ളതാക്കി നിർത്തുന്ന പ്രപഞ്ച കണികകളുടെ കൃത്യമായ സങ്കീർണമായ ആ ക്രോഡീകരണം എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. നിങ്ങളെ നിങ്ങളാക്കുന്ന ആ കണികകൾ പ്രപഞ്ചത്തിലെ മറ്റു പലതിൻ്റെയും ഭാഗമായി മാറുന്നു. അവ വിശാലമായ പ്രപഞ്ചത്തിലെ ആ വലിയ എനർജി മാറ്റർ റീസൈക്ലിങ്ങിന്റെ ആ ഒരു പ്രക്രിയയിലേക്ക് തിരിച്ചു മടങ്ങുന്നു. താങ്കൾ എന്ന ജീവൻ എത്രമാത്രം അമൂല്യമാണ് എന്ന് അവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രപഞ്ചമുണ്ടായ കാലം മുതൽ തുടങ്ങിയ പരിണാമം എന്ന ആ മഹാപ്രക്രിയയിലൂടെ കോടാനുകോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രപഞ്ചം നടത്തിയ ആ കൃത്യമായ ക്രോഡീകരണം അതിനി ആരെക്കൊണ്ടും നടത്താൻ കഴിയില്ല. അതൊരിക്കൽ ചെയ്ത പ്രപഞ്ചത്തിന് പോലും ഇനി അത് തിരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ശാസ്ത്രം നമ്മോട് പറയുന്നു.
തീർച്ചയായും മതങ്ങൾ വരച്ചു കാട്ടുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടാണ് ശാസ്ത്രം മനുഷ്യൻ എന്ന ജീവനെ വരച്ചു കാണിക്കുന്നത്. നമ്മുടെ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ കയ്യിൽ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമില്ല എന്നുള്ളതാണ്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളും കയ്യിലുള്ള നമ്മുടെ മതങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ ഏറ്റവും വലിയൊരു കുറവ് തന്നെയാണ്. ബിഗ് ബാങ് എങ്ങനെ തുടങ്ങി എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞൂടാ. ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞൂടാ. അജൈവ വസ്തുക്കളിൽ നിന്ന് ജീവനുണ്ടായ പ്രക്രിയ ഘട്ടം ഘട്ടമായിട്ടൊന്ന് വിശദീകരിക്കൂ എന്ന് പറഞ്ഞാൽ അതും നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് അറിഞ്ഞൂടാ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ മതങ്ങളുടെ പുസ്തകങ്ങളിൽ ഈ പറഞ്ഞ എല്ലാ അറിഞ്ഞൂടയ്ക്കും ഉത്തരമുണ്ട്. ഇതുവരെ മനുഷ്യൻ ചോദിച്ച, ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി ഭാവിയിൽ നമ്മൾ ചോദിക്കാൻ പോകുന്ന, അതായത് ഇതുവരെ നമ്മൾക്ക് ചോദിക്കാൻ പോലും അറിഞ്ഞൂടാത്ത ചോദ്യങ്ങൾക്ക് വരെ മതങ്ങളുടെ പുസ്തകങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ട്. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഏതാണ്ട് സെയിം ആണ്. ദൈവം, മാലാകന്മാര്, ദൂതന്മാര്, ക്രിസ്മസ് പാപ്പാഞ്ഞി എന്നിങ്ങനെ വളരെ സിമ്പിളായ ഒറ്റവാക്കിൽ ഉത്തരങ്ങളാണ് അവ മിക്കതും. ശാസ്ത്രത്തിന്റെ ഉത്തരങ്ങൾ സുദീർഘമാണ്, സങ്കീർണമാണ്, മിക്കപ്പോഴും അപൂർണമാണ്. ആ ഉത്തരങ്ങളിലേക്കുള്ള മാർഗമധ്യേ ശാസ്ത്രം പലപ്പോഴും ഊഹാപോഹങ്ങളിലും അനുമാനങ്ങളിലും സ്റ്റക്കായിട്ട് അങ്ങനെ നിൽക്കാറുണ്ട്. ശാസ്ത്രത്തിന്റെ ഊഹങ്ങളെയും അനുമാനങ്ങളെയും പലപ്പോഴും ക്രിസ്മസ് പാപ്പാഞ്ഞി, മാലാകന്മാര് എന്നൊക്കെയുള്ള ഒറ്റവാക്കിൽ ഉത്തരങ്ങളുമായി നിൽക്കുന്നവർ പലപ്പോഴും കളിയാക്കാറുണ്ട്. ശാസ്ത്രത്തിന്റെ അപൂർണമായ ഉത്തരങ്ങളോട് അവർക്ക് മിക്കപ്പോഴും പുച്ഛമാണ്. ചില ഉത്തരങ്ങളിലെ ആ അപൂർണത ശാസ്ത്രം മിക്കപ്പോഴും മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കർശനമായ എത്ര തെളിവുകൾ കയ്യിലുണ്ടെങ്കിലും സംശയത്തിന്റെ നേരിയ വാതിലുകൾ ശാസ്ത്രം എപ്പോഴും തുറന്നിടും ആ ഉത്തരങ്ങൾക്ക് വേണ്ടി. കാരണം പുതിയ തെളിവുകൾ വെളിച്ചത്തിലേക്ക് വരുന്നതിനനുസരിച്ച് ആ ഉത്തരങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. സയൻസ് ഈസ് ഓൾവേസ് റെഡി ഫോർ എ ചേഞ്ച്. ഒരു മാറ്റത്തിന് ശാസ്ത്രം എപ്പോഴും തയ്യാറാണ്. അത് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. അങ്ങനെയാണ് ശാസ്ത്രം പുരോഗമിക്കുന്നത്. അങ്ങനെയേ ശാസ്ത്രം പുരോഗമിച്ചിട്ടുള്ളൂ. ആ ക്വാളിറ്റിയാണ്, ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ആ ഒരു ക്വാളിറ്റിയെയാണ് അവർ ഒരു വലിയ ബലഹീനതയായി കണ്ടവർ കളിയാക്കുന്നത്. അത് അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല, പ്രയാസമാണ്. കാരണം അവരുടെ എല്ലാ ഉത്തരങ്ങളും ഒരിക്കലും മാറ്റമില്ലാതെ തുടരും. അത് അങ്ങനെ തന്നെ സംരക്ഷിക്കണം എന്നൊക്കെയാണ് അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചിരുന്ന, സൂര്യൻ ഭൂമിയെ വലം വെക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതി വെച്ച ആശയങ്ങളെയാണ് ലോകാവസാനം വരെ എന്ത് വില കൊടുത്തും ഞങ്ങൾ ന്യായീകരിക്കും എന്നവർ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. ഒരു മാറ്റത്തിന് അവർ തയ്യാറേ അല്ല. മതം എന്നത് പൂർണ്ണമായും എഴുതി തീർത്തൊരു പുസ്തകമാണ്, ഒരു കൊച്ചു പുസ്തകം. ആ പുസ്തകത്തിലെ ഓരോ ആശയവും പൂർണ്ണമായും ശരിയാണ്. ആ പുസ്തകത്തിലെ വാക്കുകൾക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. അവ എല്ലാ കാലവും ശരിയായി തന്നെ തുടരും. മറിച്ച് ആ പുസ്തകത്തിലെ വാക്കുകളുടെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും മാറി മാറി വരികയാണ് ചെയ്യുക. ശാസ്ത്രം പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ മതങ്ങൾ അവരുടെ പുസ്തകങ്ങളിലെ വാക്കുകളുടെയും ആശയങ്ങളുടെയും വ്യാഖ്യാനങ്ങളും മാറ്റിക്കൊണ്ടിരിക്കും. അപ്രകാരം ശാസ്ത്രം കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ പുസ്തകങ്ങളിൽ ഉണ്ടായിത്തീരും. കണ്ടോ, ഞങ്ങളിത് ആദ്യമേ പറഞ്ഞതാണ്, ഞങ്ങളുടെ പുസ്തകത്തിൽ ഇത് ആദ്യമേ ഉണ്ട്, ഞങ്ങളുടെ വാക്കുകളുടെ ആന്തരികമായ അർത്ഥം നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ചത്, നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ പുതിയ പുതിയ അറിവുകൾ വരുന്നതിനനുസരിച്ച് ആ വരികളുടെയും ആശയങ്ങളുടെയും ആന്തരികമായ അർത്ഥങ്ങളും മാറി മാറി വരും. എന്നാൽ ശാസ്ത്രം എന്നത് ഈ അടുത്ത കാലത്ത് മാത്രം എഴുതാൻ തുടങ്ങിയ ഒരു വലിയ മഹാഗ്രന്ഥമാണ്. ആ വലിയ മഹാഗ്രന്ഥത്തിന്റെ ആദ്യത്തെ 2-3 പേജുകൾ മാത്രമേ നമ്മൾ എഴുതി തീർത്തിട്ടുള്ളൂ. ആ എഴുതി തീർത്ത പേജുകളിലെ ആശയങ്ങൾ തന്നെ പലതും ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ചില ആശയങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവ വെട്ടിത്തിരുത്തി രണ്ടാമത് എഴുതുകയും ചെയ്യും. മതം എന്നത് നമ്മൾ ലോകത്തെ പറ്റി മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യങ്ങളാണ്. ശാസ്ത്രം എന്നത് ഇന്ന് നമ്മൾ ലോകത്തെ പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആകാശത്തൊരു പ്രതിഭാസം കാണുമ്പോൾ തുള്ളിച്ചാടി അത് ദൈവത്തിന്റെ മിറാക്കിളാണെന്നും അല്ലെങ്കിൽ പിശാചിന്റെ ദൃഷ്ടി പതിഞ്ഞതാണ് എന്നൊക്കെ ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എളുപ്പമാണ്. എന്നാൽ ആ പ്രതിഭാസം എന്താണെന്ന് ചിന്തിച്ച് നിരീക്ഷിച്ച് പഠിച്ച് അതിന് പിന്നിലെ കാരണം കണ്ടെത്തി അതെന്താണെന്ന് മനസ്സിലാക്കുക എന്നത് കുറച്ചധികം സമയം വേണ്ട ഒരു പ്രക്രിയയാണ്. ഇച്ചിരി സമയം എടുക്കും നല്ലോണം. അതിന് തലയൊന്ന് നല്ലോണം വർക്ക് ചെയ്യേണ്ടി വരും.